എഞ്ചിനീയറിംഗ് എസെൻഷ്യൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡാമ്പിംഗ് ഫാക്ടറിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ഇംപിഡൻസിനെ കുറിച്ച് അതിൽ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ഇംപിഡൻസ് എങ്ങനെ കണ്ടുപിടിക്കും? ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിന്റെ കമ്മ്യൂണിറ്റി ടാബിൽ വന്ന കുറച്ച് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. കുറച്ചധികം ചോദ്യങ്ങൾ ഉള്ളതിനാൽ എല്ലാ ചോദ്യങ്ങളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല. ആദ്യത്തെ ചോദ്യം, വോളിയം കൺട്രോൾ എവിടെയാണ് കൊടുക്കേണ്ടത്? ഇന്റേണൽ ഗെയിനുള്ള TDA 1524 പോലെയുള്ള ടോൺ കൺട്രോൾ ഐസികളിൽ ഇത് വ്യക്തമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ സാധാരണ NE5532 പോലെയുള്ള ഓപ്പറേഷൻ ആംപ്ലിഫയറുകൾ ഉപയോഗിച്ചുള്ള സർക്യൂട്ടുകളിൽ വോളിയം കൺട്രോൾ എവിടെ കൊടുക്കണമെന്നുള്ളതിനെ കുറിച്ച് ഒരു ആശങ്കയുണ്ട്. സാധാരണയായി പ്രീ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ വോളിയം കൺട്രോൾ കൊടുക്കുകയും വോളിയം കൺട്രോളിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് നേരിട്ട് പവർ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ ടോണിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിന്റെ ഒരു ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഭാഗം പ്രീ ആംപ്ലിഫയർ ആണ്, ഇത് വോളിയം കൺട്രോൾ ആണ്, ഇത് ബഫർ ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഈ സർക്യൂട്ടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ആംപ്ലിഫയറുകൾ ഇനി മൂളില്ല എന്ന പേരിൽ ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. പ്രീ ആംപ്ലിഫയർ കഴിഞ്ഞ് എന്നാൽ ബഫർ ആംപ്ലിഫയറിന് മുൻപ്. ഇതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, 50 ഹെർട്സ് ഹമ്മിങ് നോയ്സിന് കാരണമാകുന്നത് എന്ത്? പ്രധാനമായും വളരെ ഉയർന്ന ഇംപിഡൻസ് ഉള്ള സർക്യൂട്ടുകളിലാണ് നോയ്സ് കാണപ്പെടുന്നത്. അപ്പോൾ അതിന് രണ്ട് പ്രതിവിധികളുണ്ട്. ഒന്ന്, പ്രീ ആംപ്ലിഫയറിൽ നിന്ന് പവർ ആംപ്ലിഫയറിലേക്കുള്ള വയറിൻ്റെ നീളം കുറയ്ക്കുക, അതുപോലെ സർക്യൂട്ട് ഇംപിഡൻസ് കുറയ്ക്കുക. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ മുകളിൽ വരുന്ന ലിങ്കിലുള്ള വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഹൈ ഇംപിഡൻസ് സർക്യൂട്ടാണ്. അടുത്ത ചോദ്യം, പവർ സപ്ലൈ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ പ്രധാന ഫിൽറ്റർ കപ്പാസിറ്ററിന് സമാന്തരമായി ചെറിയ വാല്യൂ ഉള്ള സെറാമിക് കപ്പാസിറ്റർ കാണാൻ സാധിക്കും. ഇതെന്തിനു വേണ്ടിയാണ്? അതിന്റെ ശരിയായ ഉത്തരം ഹൈ ഫ്രീക്വൻസി റിപ്പിൾ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാധാരണ പവർ സപ്ലൈ ഫിൽട്ടർ ആയിട്ട് ഉപയോഗിക്കുന്നത് അലുമിനിയം ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ് ആണ്. ഇവയ്ക്ക് വളരെ ഉയർന്ന ESR ഉണ്ട്, അതുപോലെ തന്നെ ESLും. ഇക്വലന്റ് സീരീസ് ഇൻഡക്റ്റൻസ് കൂടുതലായതുകൊണ്ട് തന്നെ ഹൈ ഫ്രീക്വൻസികളിൽ ഈ കപ്പാസിറ്റർ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കില്ല. അങ്ങനെ വരുമ്പോൾ പവർ സപ്ലൈയിൽ ഹൈ ഫ്രീക്വൻസി റിപ്പിൾ കൂടാനുള്ള സാധ്യതയുണ്ട്. അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ESL കുറവായ സെറാമിക് കപ്പാസിറ്റേഴ്സ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സിന് സമാന്തരമായി കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിയായ ഉത്തരം ഹൈ ഫ്രീക്വൻസി റിപ്പിൾ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ചോദ്യം, 150 വാട്ട്സ് 250 വാട്ട്സ് പവർ ആംപ്ലിഫയറുകൾ ഉപയോഗിക്കുമ്പോൾ അവ ഉണ്ടാക്കുന്ന ശബ്ദത്തിൻ്റെ വ്യത്യാസം തിരിച്ചറിയാൻ കഴിയുമോ? ഭൂരിഭാഗം ആളുകൾക്കും അത് തിരിച്ചറിയാനേ കഴിയില്ല, അല്ലെങ്കിൽ വളരെ ചെറിയ രീതിയിലുള്ള വ്യത്യാസം മാത്രമേ പ്രകടമാകൂ എന്നതാണ് സത്യാവസ്ഥ. ഇതിൻ്റെ ശരിയായ ഉത്തരം ചെറിയ രീതിയിലുള്ള വ്യത്യാസം പ്രകടമാകും, അല്ലെങ്കിൽ തിരിച്ചറിയാനേ കഴിയില്ല. ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് നമുക്ക് ഭാവിയിൽ ചെയ്യാം. കൂടുതൽ ഇതിനെക്കുറിച്ച് വായിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ഓഡിയോ ഫേസ്ബുക്ക് ഗ്രൂപ്പ് സന്ദർശിക്കാവുന്നതാണ്. ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അടുത്ത ചോദ്യം, സബ്വൂഫർ ആംപ്ലിഫയറിൽ ഹൈ പാസ് അല്ലെങ്കിൽ സബ്സോണിക് അല്ലെങ്കിൽ ഇൻഫ്രാസോണിക് ഫിൽട്ടർ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ശരിയായ ഉത്തരം ബോക്സ് ടൈപ്പ് അനുസരിച്ച് ചിലപ്പോൾ ആവശ്യം വരാം. ബേസ് റിഫ്ലക്സ് ഓർ ബാൻഡ് പാസ് ബോക്സുകളിൽ പോർട്ട് ട്യൂണിംഗ് ഫ്രീക്വൻസിക്ക് താഴെ സബ്വൂഫറിന്റെ കോൺ കൺട്രോൾ നഷ്ടപ്പെടുകയും മാക്സിമം എക്സ്കർഷൻ ലിമിറ്റ് ഡ്രൈവർ എക്സീഡ് ചെയ്യുകയും ഡാമേജ് ആകുകയും ചെയ്യാം. അതൊഴിവാക്കാനായിട്ട് ഹൈ പാസ് ഫിൽട്ടറുകൾ സബ്വൂഫർ ആംപ്ലിഫയറുകളിൽ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. വൂഫർ എക്സ്കർഷൻ ലിമിറ്റ് എന്താണെന്ന് അറിയാനായിട്ട് ഇപ്പോൾ വീഡിയോയ്ക്ക് മുകളിൽ വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനെക്കുറിച്ച് കൂടുതൽ വായിക്കാനായിട്ട് ഹോം ഓഡിയോ ഫേസ്ബുക്ക് ഗ്രൂപ്പ് സന്ദർശിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതൊരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ കോൺഫിഗറേഷൻ ആണ്. ഇതിൽ RF, RG ഇവ എന്താണെന്ന് അറിയാനായിട്ട്, അതിൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയാനായിട്ട് ആംപ്ലിഫയർ കണക്ഷനുകളെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഈ സ്ക്രീനിൻ്റെ മുകളിലായിട്ട് കൊടുക്കാം. നമ്മൾ ഇന്ന് അളക്കാൻ പോകുന്നത് Z0 ആണ്, അല്ലെങ്കിൽ ഇതിന് ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്നും പറയാം. Z0 മാത്രമായിട്ട് അളക്കാൻ ബുദ്ധിമുട്ടാണ്. ആംപ്ലിഫയറിനെ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന വയർ റെസിസ്റ്റൻസ് ഉൾപ്പെടെയാണ് നമ്മൾ ഇന്ന് അളക്കാൻ പോകുന്നത്. ആദ്യമായി ഇത് അളക്കാൻ വേണ്ടത് വളരെ കൃത്യതയോടെ AC വോൾട്ടേജ് അളക്കാൻ കഴിയുന്ന മൾട്ടിമീറ്റർ അല്ലെങ്കിൽ DSO. അടുത്തതായി വേണ്ടത് നമ്മൾ ആംപ്ലിഫയർ ഔട്ട്പുട്ട് ഇംപിഡൻസ് അളക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്രീക്വൻസിയിൽ ഉള്ള സൈൻ വേവ് പ്ലേ ചെയ്യാൻ ഒരു സിഗ്നൽ സോഴ്സ് ആണ്. ഇതുകൂടാതെ ഒരു 8 ഓം അല്ലെങ്കിൽ 4 ഓം ലോഡ് റെസിസ്റ്ററും ആവശ്യമാണ്. ഇത് തിരഞ്ഞെടുക്കേണ്ടത് ആംപ്ലിഫയറിന്റെ റേറ്റഡ് ഔട്ട്പുട്ട് ഇംപിഡൻസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ഇംപിഡൻസും ആംപ്ലിഫയറിന്റെ റേറ്റഡ് ഔട്ട്പുട്ട് ഇംപിഡൻസും രണ്ടാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ഇംപിഡൻസ് ഫ്രീക്വൻസി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സെൻറ്റർ ഫ്രീക്വൻസി ആയ 1 kHz
നമ്മളിവിടെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റാണ്. ഔട്ട്പുട്ടിൽ ലോഡ് കണക്ട് ചെയ്യാതെ 1 kHz സൈൻ വേവ് പ്ലേ ചെയ്യുന്നു. മീഡിയം വോളിയം ലെവലിലാണ് പ്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജ് ഒരു വോൾട്ട് മീറ്ററിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ DSOയുടെ സഹായത്തോടെ കൃത്യമായിട്ട് അളക്കുന്നു. അതിനെ VOC എന്നാണ് പറയുന്നത്. രണ്ടാമതായി ഓൺ ലോഡ് ടെസ്റ്റാണ് ചെയ്യുന്നത്. അതിനായിട്ട് വോളിയം ലെവലിൽ ഒരു മാറ്റവും വരുത്താതെ ആംപ്ലിഫയറിൻ്റെ റേറ്റഡ് ഇംപിഡൻസ് അതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. ലോഡ് കണക്ട് ചെയ്തതിന് ശേഷമുള്ള ആംപ്ലിഫയറിൻ്റെ ടെർമിനൽ വോൾട്ടേജ് കൃത്യതയോടെ അളക്കുന്നു. ഇതാണ് V. ഇത്രയും റീഡിംഗ് മതി നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ഇംപിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഇത്തരം അറിവുകൾ എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഇതൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയിട്ട് തിരിച്ചു വരാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഔട്ട്പുട്ട് ഇംപിഡൻസ് മെഷർ ചെയ്യേണ്ട ആംപ്ലിഫയർ ആണ്. ഇവിടെ ഞാൻ TDS 7294 ആംപ്ലിഫയർ ആണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 kHz സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് ക്ലിപ്പ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട്. അപ്പോൾ വോളിയം ലെവൽ ഒരു പകുതിയിൽ കൂടുതൽ കൊടുക്കണ്ട. ആംപ്ലിഫയർ ഔട്ട്പുട്ടിലേക്ക് ഓസിലോസ്കോപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓസിലോസ്കോപ്പ് റീഡ് ചെയ്യുന്നത് 4.18 വോൾട്ട് ആണ്. ഇപ്പൊ നമ്മൾ ലോഡ് കണക്ട് ചെയ്തിട്ടില്ല. ലോഡ് കണക്ട് ചെയ്യാതെയുള്ള വോൾട്ടേജ് ആണ് 4.18 വോൾട്ട്. RMS വോൾട്ടേജ് ആണ് എടുക്കുന്നത്. ലോഡ് ഇല്ലാത്തപ്പോൾ എടുത്ത വോൾട്ടേജ് ആണ് VOC. ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ലോഡ് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യുന്നു. വേറെ വോള്യമോ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ഇവിടെ ഞാൻ 4 ohm ലോഡ് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീഡ് ചെയ്യുന്ന വോൾട്ടേജ് 4.10 വോൾട്ട് ആണ്. ഇതാണ് നമ്മുടെ ഓൺ ലോഡ് വോൾട്ടേജ്. ഇതിനെയാണ് V എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ മാത്രമേ ബാക്കിയുള്ളൂ. ഔട്ട്പുട്ട് ഇംപിഡൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് കിട്ടിയ VOC 4.18 വോൾട്ട് RMS ആണ്. അതുപോലെ V 4.10 വോൾട്ട് RMS ആണ്. കണക്ട് ചെയ്ത ലോഡ് ഇംപിഡൻസ് 4 ohms ആണ്. ഇതിൽ നിന്നും ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ഇംപിഡൻസ് 0.07805 ohms എന്ന് കിട്ടും. അല്ലെങ്കിൽ 78.05 മില്ലി ohms എന്ന് കിട്ടും. ശരിക്കും ഈ കിട്ടിയ ഇംപിഡൻസിൽ ഭൂരിഭാഗവും വയറിൻ്റെ റെസിസ്റ്റൻസ് ആണ്. പക്ഷേ ഇതാണ് സത്യാവസ്ഥ. സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാൻ വയർ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഔട്ട്പുട്ട് ഇംപിഡൻസ് കൂടുക തന്നെ ചെയ്യും. ഇനി നമുക്ക് ഡാമ്പിംഗ് ഫാക്ടർ കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഡാമ്പിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ലോഡ് ഇംപിഡൻസ് ഡിവൈഡ് ബൈ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ഇംപിഡൻസ്. അതായത് 4 ഡിവൈഡ് ബൈ 0.07805. അപ്പോൾ നമുക്ക് 51.25 എന്ന് കിട്ടും. ഇതാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഡാമ്പിംഗ് ഫാക്ടർ. ഇങ്ങനെയാണ് ഡാമ്പിംഗ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കൂടുതൽ വീഡിയോകൾ കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരും അറിവുള്ളവരാകട്ടെ. നന്ദി, നമസ്കാരം.